നമസ്കാരം. നമസ്കാരം. ഞാൻ വഖഫ് ഭൂമി സമര വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പ്രാവശ്യമായിട്ട് വീഡിയോകൾ ചെറുതായിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോയുമായി വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വഖഫ് ഭൂസമരവുമായി ബന്ധപ്പെട്ട് ഈ വഖഫ് എന്ന വിഷയം പല കാര്യങ്ങളിലായി പല സ്ഥലങ്ങളിലായി സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ കേട്ട ഒരു കാര്യമാണ്, നമ്മളുടെ വഖഫ് ഭൂസമരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുനമ്പം നിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും നിന്നിട്ടില്ല എന്നുള്ള രീതിയിലൊരു ഒരു സെൻറ്റൻസ് പലയിടങ്ങളിലായി പരാമർശിച്ചു കണ്ടു. അപ്പോൾ ആ പരാമർശങ്ങൾ നടത്തിയവരിൽ പല പ്രമുഖരുണ്ട്, സാധാരണ ജനങ്ങളുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. നിലവിൽ നമ്മളുടെ ഇപ്പം മുനമ്പത്ത് ഈ പ്രശ്നം നടക്കുന്ന ബാധിത പ്രദേശത്ത് ഓരോ പാർട്ടിയിലും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. നിലവിൽ അത് കുറേ വർഷങ്ങളായി അല്ലെങ്കിൽ പിതാക്കന്മാരുടെ കാലം മുതൽ തന്നെ ഒരു പാർട്ടിയിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾക്ക് ഒരു കാര്യം സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഏത് നിമിഷവും ഏത് സമയം വിളിച്ചു പറയാൻ നമുക്ക് ഒരു പാർട്ടിയുടെയോ ഒരു ഇതിൻ്റെയോ ആവശ്യമില്ല. നിലവിൽ നമ്മളുടെ മുനമ്പത്തെ വികാരി അച്ഛനടക്കം പല പ്രാവശ്യമായി പറയുന്ന കാര്യമാണ്, നമ്മളുടെ മുനമ്പം ഭൂമി വഖഫ് ആസ്തി പട്ടികയിൽ നിന്ന് മാറിയിട്ടില്ല, പൂർണ്ണമായും റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെയാണ് ഈ സമരം എന്നൊക്കെ പറയുന്നുണ്ട്. അത് നടത്തുവാൻ ആരും നമ്മളെ ഒരു പാർട്ടിയും നമ്മളെ സഹായിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ 400-ാം ദിവസം വരെയും പറയുന്നത് വീഡിയോ ഞാൻ കേൾക്കുകയുണ്ടായി. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഒരു 430 ദിവസമായിട്ടും നടക്കുന്ന സമരത്തിൽ മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുകൂലമായ ഏതെങ്കിലും സാഹചര്യം ഒരുക്കാൻ ഏതെങ്കിലും പാർട്ടിക്ക് സാധിച്ചോ? നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയും ഡിസംബർ 17-ാം തീയതി സുപ്രീം കോടതിയുടെ ഹിയറിങ്ങും ഉണ്ട്. സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞാൽ അത് അന്തിമമായ, കാരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ഏറ്റവും പരമോന്നതമായ നീതിപീഠമായ സുപ്രീം കോടതിയുടെ വിധി കൂടി അനുകൂലമായാൽ മുനമ്പ് ജനതയ്ക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. അവർ പൂർണ്ണമായും ഇതിൽ നിന്ന് മുക്തി നേടുന്ന നടപടികളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിലവിൽ മുനമ്പത്ത് പലരും കേൾക്കുന്ന കാര്യമാണ്, ഒരു പാർട്ടിയും സഹായിച്ചിട്ടില്ല, പലരും വാഗ്ദാനങ്ങളാണ് തന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ അടക്കം പറഞ്ഞത് അത് തന്നെയാണ്. കാരണം ബഹുമാനപ്പെട്ട വികാരി അച്ഛനാണ് നമ്മളുടെ മുനമ്പം സമരസമിതിയുടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന സമരത്തിന് മുൻകൈയിൽ എടുത്ത് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മുനമ്പത്തെ ജനങ്ങളും അച്ഛനടക്കം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പല രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ വന്നു, എന്നാൽ ആരും അവരുടെ വാക്കുകൾ പാലിച്ചില്ല, അല്ലെങ്കിൽ അവർ 3 മിനിറ്റ് മുതൽ 3 മാസം വരെയുള്ള കാലാവധി പറഞ്ഞു, എന്നിട്ടും ഇത് തീർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, ഒരു സാധാരണക്കാരായ ജനങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണ മുനമ്പത്തെ ഒരു വ്യക്തി നമ്മൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിയും ഇതിനകത്ത് സഹായിച്ചിട്ടില്ല. പക്ഷേ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വിധി, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഹൈക്കോടതി വിധിയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിയും അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ച് വിധിയും വന്നപ്പോൾ മുനമ്പം വഖഫ് ഭൂമി അല്ല എന്ന് കോടതി വിധിച്ചപ്പോൾ നമ്മൾ എന്ത് കണ്ട് ആണ് ആഹ്ലാദിച്ചത്? കാരണം നിലവിൽ അങ്ങനെ ഒരു കോടതി വിധി വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ആഹ്ലാദിച്ചു എന്ന് ചിന്തിക്കണം. ഡിസംബർ 17-ന് നമുക്ക് സുപ്രീം കോടതിയിൽ ഒരു ഹിയറിംഗ് ഉണ്ട്. ആ സുപ്രീം കോടതിയിൽ ഈ ഹൈക്കോടതി വിധിക്കെതിരെയാണ് ആ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. വഖഫ് ബോർഡ്, വഖഫ് സംരക്ഷണ സമിതി എല്ലാം പോയിരിക്കുന്നത് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോയതാണ്. ആ അപ്പീലിനെതിരെയുള്ള ഹിയറിംഗ് ആണ് ഇപ്പോൾ ഡിസംബർ 17-ാം തീയതി നടക്കുന്നത്. നമുക്കറിയാം, വഖഫ് എന്ന് പറയുന്ന ഒരു സംഭവം മുനമ്പത്ത് ആരംഭിച്ച മുതലാണ് ലോകം മുഴുവൻ വഖഫിന്റെ ഒരു വിഷയങ്ങൾ ആൾക്കാർ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. സംഘടനകൾ ചർച്ച ചെയ്യാൻ തുടങ്ങി, രാഷ്ട്രീയക്കാർ ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വഖഫ് എന്ന് പറയുന്ന ആ ഒരു സംഘടന അല്ലെങ്കിൽ ആ ഒരു കരിനിയമം, അതിനകത്ത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, എൻ്റെ ഒരു ചെറിയ അറിവിൽ മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വഖഫ് എന്ന് പറയുന്ന വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കൗണ്ടർ പെറ്റീഷൻ, അതായത് നമുക്ക്
എന്തെങ്കിലും ഒരു അപ്പീലോ അല്ലെങ്കിൽ ഒരു അത് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾക്ക് ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ എവിടെ പോകണം? നമുക്ക് വഖഫ് ട്രൈബ്യൂണലിൽ പോകണം. വഖഫ് ട്രൈബ്യൂണലിൽ പോയാൽ എന്ത് നടക്കും? അവിടെ എല്ലാവരും വഖഫിന് അനുകൂല ആൾക്കാർ തന്നെയാണ് ഉള്ളത്. എന്നാൽ വഖഫിലേക്ക് നമ്മളുടെ വഖഫിൻ്റെ ട്രൈബ്യൂണലിൽ നമുക്ക് അനുകൂലമായി നിൽക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗം കേൾക്കാനോ ആരും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ വഖഫ് അമെൻമെൻറ്റ് ആക്ട് വന്നതിന് പ്രകാരം നമ്മളുടെ ഈ പറയുന്ന വഖഫിൻ്റെ എല്ലാ കേസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ കീഴിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നമ്മൾ കേസ് നടത്തിയപ്പോൾ ആ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോൾ നമ്മൾ ആഹ്ലാദിച്ചത്. കാരണം ഈ ഒരു അമെൻമെൻറ്റ് ആക്ട് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇതിനെക്കുറിച്ച് വിഷയങ്ങൾ ഒരു തീരുമാനം ഉണ്ടാകാതെ, കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അടക്കം കേസുകൾ ഉണ്ടായിട്ടും ഇപ്പോഴാണ് നമുക്ക് അനുകൂലമായൊരു വിധി വന്നത്. ആ വിധി വരാൻ കാരണമായത് ആരാണ്? ആ വിധി നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഹൈക്കോടതി സുപ്രീം കോടതിയുടെ കീഴിലേക്ക് ഈ വഖഫ് എന്ന് പറയുന്ന സംഭവത്തെ കൊണ്ടുവന്നത് അത് ഈ നമ്മളുടെ ഭരണകക്ഷിയും പ്രതിപക്ഷവും അടക്കം നമ്മുടെ എംപിമാരെല്ലാം എതിർത്ത് നിന്നിട്ടും അത് പാസ്സാക്കി കൊണ്ടുവന്നത് ആരാണ്? ആ ഒരു അമെൻമെന്റ് ബില്ല് പാസ്സാക്കിയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ കീഴിലേക്ക് ഈ പറയുന്ന ഒരു സമ്പ്രദായത്തെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യപ്പെടുവാനുള്ള ഒരു അവസ്ഥ വന്നതും നമ്മൾക്ക് വഖഫ് ഭൂമിയല്ല മുനമ്പം എന്ന് പ്രഖ്യാപിക്കാനിടയായത്. കാരണം കോടതി ഇപ്പോൾ അസന്നിഗ്ധമായിട്ട് ഒരു എന്താ പറയുക, ഹൈക്കോടതിക്ക് ഇപ്പോൾ യാതൊരു എന്താ പറയുക കൺഫ്യൂഷൻസും ഇല്ല, അത് വഖഫ് ഭൂമിയല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും അതിനെതിരായിട്ട് വഖഫ് സംരക്ഷണ സമിതി പോയിരിക്കുന്നത് സുപ്രീം കോടതിയിലേക്കാണ്. ഇനി സുപ്രീം കോടതിയും കൂടി അത് ശരിവെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പൂർണ്ണമായും മുനമ്പം ജനങ്ങൾക്ക് അവരുടെ സ്ഥലം യാതൊരു പേടി കൂടാതെ ഉപയോഗിക്കുവാനും റവന്യൂ അവകാശങ്ങൾ അവർക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അവർക്ക് ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടപ്പാട് ദുരിതം മാറുകയും ചെയ്യും. അപ്പോൾ എൻ്റെ പ്രശ്നം എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ഏതെങ്കിലും ഒരു പാർട്ടി അത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കി തന്ന ആ ഒരു പാർട്ടി മാത്രമാണ്. ഇപ്പോൾ നിലവിൽ മുനമ്പത്ത് ഇപ്പോൾ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടായത് പോലും ഈ പറയുന്ന അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുവാൻ നമ്മൾ തുടങ്ങി വെച്ച സമരത്തിൽ ഒരു കേവലം ഹൈക്കോടതി നിർദ്ദേശത്തിന് പ്രകാരം ഹൈക്കോടതിയിൽ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് കരമടയ്ക്കാനുള്ള ഒരു അവകാശം മാത്രമാണ്, ആ ഒരു സംഭവം മാത്രമാണ് ചോദിച്ചത്. അത് ഹൈക്കോടതി താൽക്കാലികമായിട്ടാണെങ്കിലും ഓർഡർ ഇടുകയും ചെയ്തു. എന്നാൽ നമ്മുടെ തഹസിൽദാരുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് തഹസിൽദാർ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് മുനമ്പം ജനതയ്ക്ക് ഈ പറയുന്ന കരമടയ്ക്കുന്നത് റവന്യൂ കടമ കൂടാതെ പൊസഷൻ മറ്റു കാര്യങ്ങൾ എല്ലാം അടക്കം തിരിച്ച് പുനഃസ്ഥാപിക്കുന്നതിന് യാതൊരു തടസ്സമില്ല. അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു സത്യവാങ്മൂലമാണ് തഹസിൽദാർ നമ്മളുടെ കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ അത് കോടതിയുടെ മുമ്പിലേക്ക് നമ്മുടെ കേരള സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് അത് കൊണ്ടുവന്നില്ല. കേവലം കരമടയ്ക്കുന്നതിനുള്ള ഒരു എന്താ പറയുക ആ ഒരു ആവശ്യം മാത്രമാണ് കോടതിയിൽ ഉന്നയിച്ചത്. ഇതൊന്നും സത്യാവസ്ഥ നമ്മുടെ മുനമ്പത്തെ ജനങ്ങൾക്ക് അറിയാത്തിടത്തോളം കാലം അവരിപ്പോഴും അന്ധമായി വിശ്വസിക്കുന്ന പാർട്ടി സ്നേഹം മാത്രമാണ് അവരുടെ മുമ്പിൽ ഉണ്ടാവുക. അവർ ഇപ്പോഴും അത് വിശ്വസിക്കൊണ്ട് മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസം മുനമ്പത്ത് സമരം അവസാനിപ്പിക്കുന്ന രീതിയിൽ ഒരു ചടങ്ങ് നടത്തി പൂർണ്ണമായും. ഇപ്പം നിങ്ങൾ പറയും അത് ഒരു മുനമ്പം സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതിൻ്റെ ഒരു ചടങ്ങിൽ കേരള സർക്കാരിൻ്റെ പ്രതിനിധി വന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും കേരള സർക്കാരിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ വന്നിരുന്നാൽ പോലും അവിടുത്തെ സ്ഥാനാർത്ഥിയെ വരെ ഈ പറയുന്ന സദസ്സിലേക്ക് ഇരുത്തിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു പ്രശ്നം തീരാതെ, അതായത് നിലവിൽ റവന്യൂ അവകാശങ്ങളടക്കം പുനഃസ്ഥാപിക്കാതെ എന്തുകൊണ്ട് ഈ സമരം നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ്. തിരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ ഒരു സമരം താൽക്കാലികമായി നിർത്തിവെക്കാൻ അങ്ങനെ ഒരു സംഭവം നടത്തിയത് അവിടെ. ഇനിയിപ്പോൾ എന്താ പറയുക, ഡിസംബർ 17 സുപ്രീം കോടതി വിധി വന്നാലും ഇവർ വന്ന് പറയും ഞങ്ങൾ കാരണമാണ് ഇതിന് ഒരു തീരുമാനമാക്കിയത് എന്ന് പറയും. പക്ഷേ ആരെന്ത് ചെയ്തു ആരെന്ത് ചെയ്തില്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമ്മളുടെ മുനമ്പം ജനതയ്ക്ക് സാധിക്കണം.
പിന്നെ ഇവിടെ പ്രധാനമായിട്ടും എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, അത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. അത് കേട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ തിരിച്ച് ചോദിക്കാനുള്ള ചോദ്യം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ മുനമ്പത്തുള്ള വോട്ടർമാരെന്ന് പറയുന്നത് ആണുങ്ങൾ, പെണ്ണുങ്ങൾ, പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന യുവജനതയുണ്ട്. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുനമ്പത്തെ സ്ത്രീകൾ, അതായത് അവരുടെ, എനിക്ക് തോന്നിയിടത്തോളം കാലം അത്യാവശ്യം വിദ്യാഭ്യാസങ്ങൾ ഭയങ്കര എന്താ പറയുക, കൂടുതലും ഹൈ ലെവൽ വിദ്യാഭ്യാസം നേടിയവർ കുറവാണ്. ബാക്കി എല്ലാവരും അവരുടെ കുടുംബത്തെ നോക്കി അടുക്കളയിൽ ഒതുങ്ങി ജീവിക്കുന്ന വീട്ടമ്മമാരാണ്. ആ വീട്ടമ്മമാർക്ക് അവരുടെ ഭർത്താക്കന്മാർ എന്ത് പറയുന്നു അതാണ് അവർക്ക് വേദവാക്യം. ആ ഭർത്താക്കന്മാർ പറയുന്ന പ്രകാരം അവർക്ക് ഇപ്പോഴും എന്താണ് ശരിക്കും പറഞ്ഞാൽ വഖഫ് റിലേറ്റഡ് ആയിട്ട് നടക്കുന്നതെന്ന് അവർക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഭർത്താക്കന്മാർ പറയുന്നു കേരള സർക്കാരാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അതിന് അനുകൂലമായ നടപടികൾ എടുത്തു എന്ന് പറഞ്ഞാൽ അവരത് അന്ധമായി വിശ്വസിക്കുകയാണ്. അവർ വിശ്വസിക്കുന്നത്, അവർക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, നമ്മുടെ ന്യൂസുകളിലൊക്കെ കറക്റ്റായിട്ട് ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അവരുടെ മനസ്സിൽ ഇപ്പോഴും തെറ്റായ ഇൻഫർമേഷൻസ് ആണ്. അതായത് ആരാണ് അവരുടെ കൂടെ നിന്നത്, ആരാണ് അവരുടെ കൂടെ ഇല്ലാതിരുന്നത് എന്നൊന്നും മനസ്സിലാക്കാനുള്ള ബോധമൊന്നും ഇപ്പോഴും പലർക്കും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന ഒരു വിശ്വാസം, അവരാരെന്തെങ്കിലും പറയുന്നു, അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു വിദ്യാഭ്യാസം ലഭിക്കാത്തിടത്തോളം കാലം ആരെന്ത് പറയുന്നു അതാണ് അവർ വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ നിലവിൽ നാളെ ഇപ്പം നമുക്ക് ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പിൽ ഇപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ മുനമ്പം വികാരി അച്ഛൻ്റെ ഒരു വീഡിയോ, ഒരു 400-ാം ദിവസത്തിലോ അങ്ങനെ എന്തോ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അച്ഛൻ പ്രസംഗിക്കുന്ന വീഡിയോ. അതിനകത്ത് അച്ഛനോട് നമ്മുടെ മുനമ്പത്തെ ഇടവകയിലെ യുവജനങ്ങൾ, ആ യുവജനങ്ങളോട് പുതിയതായി വോട്ടർ അവകാശം നേടിയ ആൾക്കാരോട് ഇലക്ഷൻ ID കാർഡ്, തിരിച്ചറിയൽ കാർഡ് എടുക്കാൻ പറഞ്ഞപ്പോൾ അവർ ചോദിച്ച ചോദ്യം എന്താണ്, ഞങ്ങൾ വോട്ട് ചെയ്യണോ, വോട്ട് ചെയ്യണമെങ്കിൽ ആർക്ക് ചെയ്യും എന്നാണ് അവരുടെ ചോദ്യം എന്നാണ് അച്ഛൻ പറഞ്ഞത്. ശരിയാണ്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ മുനമ്പത്തെ യുവജനതയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ആരുടെ കൂടെ നിൽക്കണം, പക്ഷേ അവർക്ക് അവരുടെ വിദ്യാഭ്യാസവും വിവരവും വെച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ആരെന്ത് ചെയ്തു ചെയ്തില്ല എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, ഈ പറയുന്ന വോട്ടിന് ചെല്ലുമ്പോൾ നമുക്ക് നോട്ട എന്നൊരു ഓപ്ഷൻ ഉണ്ടാവാം. പക്ഷേ ഈ നോട്ട എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലൊന്നും എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വോട്ടവകാശം വിനിയോഗിക്കുന്നു, പക്ഷേ ഞാൻ ഈ ഒരു പാർട്ടിയിലും ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നോട്ട എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നോട്ട ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പറയുന്ന നമുക്ക് വോട്ടുകളുടെ ആ ഒരു ആവറേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയും. നിലവിലുള്ള 2 പാർട്ടികളിൽ ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കാനുള്ള ചാൻസ് ആയിരിക്കും അവിടെ കൂടുതൽ സംഭവിക്കുക. അപ്പോൾ നിലവിൽ നമുക്ക് വോട്ട് ചെയ്യുന്നെങ്കിൽ കണ്ടറിഞ്ഞ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ഒരു പാർട്ടിയുടെയും വക്താവോ ഒന്നുമല്ല, പക്ഷേ നമ്മൾക്ക് മുനമ്പം ജനതയുടെ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിവേചനം കൊണ്ട്, നിങ്ങളുടെ ബുദ്ധി കൊണ്ട്, നിങ്ങളുടെ വിവരം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന, പ്രത്യേകിച്ച് യുവജനങ്ങളോടാണ് ഞാൻ പറയുന്നത്, ഈ പറയുന്ന വിവേചന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടും നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാവുന്ന പ്രാപ്തിയായ ആൾക്കാരാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം അതെന്താണോ അതിനനുസരിച്ച് പെരുമാറുക. പാരമ്പര്യമായിട്ട് അപ്പനപ്പൂപ്പന്മാർ ചെയ്തു വന്ന പിന്തുടർച്ചയിലൂടെ മുന്നോട്ട് വന്ന് ഞങ്ങളും അതേ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം തോക്കുന്നത് നിങ്ങളായിരിക്കും. പകരം നിങ്ങൾ ഒരു തീരുമാനമെടുത്താൽ, നിങ്ങൾ തീരുമാനമെടുത്ത് വേണ്ടതുപോലെ ചെയ്താൽ ആ ഒരു വ്യത്യാസം ഈ പറയുന്ന മുനമ്പം വിഷയത്തിൽ നല്ല രീതിയിൽ അലയടിക്കും. ഇപ്പോൾ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. മാറ്റങ്ങളിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ കേരള ജനത എന്താണ് തിരിച്ചറിവ് വന്നിരിക്കുന്നത്, ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഈ പറയുന്ന വോട്ട് ചെയ്യാനായി, ഒരു വോട്ടർ എന്ന രീതിയിൽ അവരുടെ അവകാശം വിനിയോഗിക്കാനായിട്ട് വോട്ടേഴ്സ് ബൂത്തിലേക്ക് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഒരു പരീക്ഷണമാണ്. അതായത് ഈ പറയുന്ന പരീക്ഷണമല്ല, ഈ തെരഞ്ഞെടുപ്പ് ഒരു മറുപടിയാണ്. മറുപടി എന്ന് പറയുമ്പോൾ എന്താണ് ഇത്രയും കാലം സംഭവിച്ചത്, ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ജനങ്ങൾക്ക് എന്ത് ലഭിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ വിലയിരുത്തുന്നത്. ഇപ്പോൾ ആനയാണ് ചേനയാണ്, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാലും ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ എനിക്കെന്ത് കിട്ടി എന്ന് മാത്രമാണ് ഞാൻ വിലയിരുത്തുള്ളൂ.
അപ്പോൾ ഈ പറയുന്ന വിലയിരുത്തൽ ഈ തിരഞ്ഞെടുപ്പിലുണ്ടാവും. മുനമ്പത്ത് അത് പ്രത്യേകിച്ചും ഉണ്ടാവണം. കാരണം നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് അവിടെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വോട്ടിൻ്റെ കേസിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ പാരമ്പര്യ രീതികളിൽ മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ മാറി ചിന്തിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാവുന്ന കാര്യമാണ്. വോട്ട് എന്ന് പറയുന്നത് ആരും ചെയ്യാതിരിക്കരുത്. 100% വോട്ട് രേഖപ്പെടുത്തുക. പക്ഷേ നിങ്ങളുടെ വോട്ട് എന്താണോ ഏതാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കറക്റ്റായിട്ട് വിനിയോഗിക്കുക. ആ മാറ്റമായിരിക്കും വരുന്ന രാഷ്ട്രീയ ഇതിനകത്ത് അലയടിക്കാൻ പോകുന്നത്. മുനമ്പത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും ഈ മുനമ്പംകാരുടെ ഈ ഒരു സമരം ലോകം മുഴുവൻ ആഞ്ഞടിച്ച സമരമാണ്. ഇങ്ങനെ ഒരു സമരം കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് അലയടിച്ച് ലോകം മുഴുവൻ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ലോകത്തിലെ എല്ലാ ജനങ്ങളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തത്. ഇന്റർനാഷണൽ ഈ പറയുന്ന ഇന്റർനാഷണൽ ചാനലുകൾ വരെ നമ്മളുടെ മുനമ്പം സമരം റിപ്പോർട്ട് ചെയ്യണ്ടായി. അപ്പോൾ അത്രയും ഒരു തീ ഇവിടെ നിന്ന് കത്തി ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചു എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മാറ്റം ഈ ഒരു ഇലക്ഷനിലൂടെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കുക. അവസാനം ഡിസംബർ 17 നമ്മളുടെ മുനമ്പത്തിൻ്റെ പൂർണ്ണ വിമോചനമാകും എന്ന് പ്രത്യാശിക്കുക. കാരണം സത്യമാണ് എപ്പോഴും ജയിക്കുക, സത്യമേ ജയിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ കള്ളങ്ങൾ എന്ത് വന്ന് കള്ളം പറഞ്ഞാലും, ആര് വന്ന് പറഞ്ഞാലും, കള്ളങ്ങൾ എത്ര നാൾ പറഞ്ഞാലും ആ കള്ളം ഒരിക്കലും സത്യമാവില്ല. ആ സത്യമെന്നും വിജയിക്കും. സത്യമേവ ജയതേ. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി പിന്നെയും കാണും. നന്ദി.